സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടി സംബന്ധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ട് നമ്മെ ശക്തീകരിക്കുകയും നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ ജയോത്സവമായി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കാനും ഈ ആരാധന നമുക്ക് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കുഞ്ഞുങ്ങൾ സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ സന്ദേശവുമായി നിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച ഞങ്ങളുടെ പിതാവായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദിവസത്തിന്റെ പ്രഭാതം കൂടി കണ്ട് ആരോഗ്യത്തോടുണരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ മഹത്വം കരയിക്കുന്നു. യേശു കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ആരാധന മുടങ്ങിപ്പോകാതെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തോടുള്ള സംസർഗം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ആരാധന അടിയങ്ങൾ അർപ്പിക്കുന്നു. കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കണം കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലവാനും പരിശുദ്ധനുമായി തമ്പുരാനെ നീ സ്വീകരിച്ചു കൊള്ളണമേ. അടിയങ്ങളുടെ ആരാധന നീ സ്വീകരിച്ച് അടിയങ്ങളുടെ പ്രാർത്ഥന നീ ചെവിക്കൊണ്ട് ഞങ്ങൾക്ക് മറുപടി തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ദൈവരാജ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഇതാ അടിയങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി ഫലമേൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ടുപാടാം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം.
ചെയ്യുന്നു നിജപാദ സേവകാജനങ്ങളെ രക്ഷ ചെയ്യുന്നു. ആരാധനയ്ക്കും സ്തുതികൾക്കും ഒക്കെ യോഗ്യനായ യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനാണ് നമ്മുടെ യേശു കർത്താവ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിലിത്താനിൽ ഒന്നാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വിധം വിശ്വസ്തനും നീതിമാനും ആകും. കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, വിനയഹൃദയത്തോടെ
അനുതാപത്തോടെ താഴ്മയോടെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുകയും ഒരു മാനസാന്തര അനുഭവത്തിന് വേണ്ടി തമ്പുരാനോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. തലകളെ വണക്കാം. അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. നാലാമത്തെ പ്രാർത്ഥനയെ നമുക്ക് പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിനകുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി ഞങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ. ഇന്നത്തേക്ക് വാക്യം നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റു നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 40 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെപ്പിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഴലുകളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യമായിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്നെ രക്ഷയിച്ചിരിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. നമുക്ക് ചേർന്ന് വായിക്കാം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള കാലം തന്നെ. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധയോടെ കേൾപ്പിൻ. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈ വയ്ക്കുന്നതിന് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കഴിച്ചുകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവിൻ. പോകുവിൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു.
സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. ഏതു വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറയും. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ. വേലക്കാരൻ നിന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുവിൻ. അതിൽ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും. ഏത് പട്ടണത്തിലെങ്കിലോ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്നും ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയും. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കും. ചേർന്ന് ഒരു പാട്ടുപാടാം, കർത്താവിനെ സ്തുതിക്കാം. വചന കേൾവിക്കായി ആത്മദാഹത്തോടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, നിനക്ക് വേണ്ടി കാത്തിരിക്കാനും നിന്റെ നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ അറിവിൻ പ്രകാരം ജീവിക്കാൻ യേശു കർത്താവ് ഞങ്ങളെ തുണയ്ക്കണം. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന, ഞങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളും നിന്നിൽ നിന്നും അകന്നു പോകാതെ നിന്നിൽ വളരാൻ, നിന്നിൽ ജീവിക്കാൻ തുണയ്ക്കണം. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, യഹോവയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവരുടെ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി വരും ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദക്ഷിണ ഭാരത സഭയെന്ന മിഷൻ സൺഡേ ആയിട്ട് ദൗത്യ ഞായറാഴ്ചയായി ആചരിക്കും. സഭയുടെ ദൗത്യത്തെ കുറിച്ച് സഭയിലെ അംഗങ്ങൾ നിലയ്ക്ക് നമ്മുടെ വ്യക്തിപരമായ ദൗത്യത്തെ കുറിച്ചൊക്കെ നാം ഓർമ്മിക്കുവാനാണ്, നാം ഉണർവുള്ളവരായി തീരാൻ സഭ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ദൗത്യമുണ്ട്. ദൗത്യം എന്നാൽ രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ദൗത്യം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ രാജ്യം അത് സംജാതമായി തീരുവാൻ, നാം ദൈവത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദൗത്യം. ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് വരാൻ നമ്മുടെ ജീവിതവും നമ്മുടെ കഴിവും നമ്മുടെ അനുഭവ സമ്പത്തും നമ്മുടെ താലന്തുകളുമൊക്കെ അതിനുവേണ്ടി നാം ചെലവഴിക്കണം. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൗത്യത്തെക്കുറിച്ച് രണ്ട് ചിന്താധാരകൾ. പാശ്ചാത്യ ചിന്തയനുസരിച്ച് ദൗത്യം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നിന്ന് കുറച്ച് വ്യക്തികൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ദൗത്യം. മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ ആവശ്യം മനസ്സിലാക്കി അവിടേക്ക് ആളെ അയച്ച് അവിടെ ചെന്ന് പ്രവർത്തിച്ച് ആ സമൂഹത്തിന്റെ അധസ്ഥിത അവസ്ഥയിൽ നിന്നും അതിനെ ഉദ്ധരിച്ചു കൊണ്ടുവരിക, അതിന് വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ്. ഭാരതത്തിൽ വന്ന മിഷണറി സംഘടനകളുടെ ഒക്കെ ദൗത്യം അതായിരുന്നു. വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സുവിശേഷ ദൗത്യവുമായി അവർ പുതിയ നാട്ടിലേക്ക് വന്നു, പുതിയ ഇടങ്ങളിലേക്ക് വന്നു. അവർ മനസ്സിലാക്കിയ സുവിശേഷ വെളിച്ചം അത് കേൾക്കുവാൻ ഗതിയില്ലാതിരുന്നവർക്ക് പകർന്നു കൊടുത്തു. അപ്പൊ മറ്റൊരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന, അയക്കപ്പെടുന്ന ഒന്ന് ദൗത്യം എന്ന ഒരു കാഴ്ചപ്പാടാണ് പാശ്ചാത്യ ലോകത്തുള്ളത്. എന്നാൽ ഈസ്റ്റേൺ പാരമ്പര്യത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചിന്ത, ദൗത്യം എന്ന് പറയുന്നത് നാം എവിടെയാണോ ആയിരിക്കുന്നത്, നാം ഏത് അവസ്ഥയിലായിരിക്കുക ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാക്കുക. അതാണ് ഈസ്റ്റേൺ പാരമ്പര്യത്തിലെ ദൗത്യത്തിന്റെ ദർശനം. അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കവിതയിൽ നിന്ന് രണ്ടു വരികളിലൂടെ തന്നെ ഒന്ന് കുറച്ചുകൂടി വിശദമാക്കാൻ നമുക്ക് പറ്റും. ഞാൻ മരത്തോട് ചോദിച്ചു, ദൈവത്തെക്കുറിച്ച് എന്നോട് പറയുക. മരം പൂത്തുലഞ്ഞു. ഞാൻ മരത്തോട് ചോദിച്ചു, ദൈവത്തെക്കുറിച്ച് എന്നോട് പറയുക.
മരം പൂത്തുലഞ്ഞു. ഇതൊരു ദൗത്യ പ്രക്രിയയാണ്. മരത്തോട് ദൈവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മരം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് പൂവുകളും പഴങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ്. ഒരു മരത്തിന്റെ, ഒരു ചെടിയുടെ ദൗത്യം നല്ല ഫലം, നല്ല പൂവുകൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പങ്കുവെച്ച് സ്വന്തം ജീവിതത്തിന്റെ നന്മ പങ്കുവെച്ചപ്പോൾ അതൊരു ദൗത്യമായി തീർന്നു എന്നതാണ് ഒരു പാരമ്പര്യം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്ന യേശു 70 പേരെ തിരഞ്ഞെടുത്ത് രണ്ട് പേര് വീതം 35 ഇടങ്ങളിലേക്ക് അവരെ അയക്കുന്നു. ഇവിടെ പറയുന്ന ശക്തമായൊരു പരാമർശം എല്ലാ കാലത്തും പ്രസക്തമാണ്. കൊയ്ത്ത് വളരെയധികം, വേലക്കാർ, ശുശ്രൂഷക്കാർ വളരെ ചുരുക്കമേ. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാരെ നിയോഗിക്കുക അതൊരു ദൗത്യമാണ്. തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ദൗത്യം അത് സഭയ്ക്കുണ്ട്. അവിടെ ദൗത്യം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഇന്നത് ചിന്താവിഷയം. ദൗത്യം എന്നത് ദൈവത്തിന്റെ വേദനയിൽ പങ്കുചേരുക. ദൈവത്തിന്റെ വേദനയിൽ പങ്കുചേരുക. എന്താണ് ദൈവത്തിന്റെ വേദന? ദൈവത്തിന്റെ വേദനയുണ്ട്. ദൈവത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ നിസ്വരായ ദരിദ്രരായ മനുഷ്യർ കടന്നു പോകുന്ന നീതി നിഷേധവും പട്ടിണിയും പരിവട്ടങ്ങളും ദാരിദ്ര്യവും അടിച്ചമർത്തലുകളും അസ്വസ്ഥതകളും അസമാധാനവും ചൂഷണവും ഭയാനകമായ ജീവിത സാഹചര്യങ്ങളും മതമൗലികവാദവും തീവ്രവാദവും നിരകളായിത്തീരുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്, അങ്ങനെ പല വിധത്തിൽ മനുഷ്യർ ഈ ഭൂമിയിൽ കഷ്ടത ഏൽക്കുമ്പോൾ ദൈവത്തിന് ചിരിക്കാനാവില്ല. അത് ദൈവത്തിന്റെ ഒരു വലിയ സങ്കടമാണ്, ദൈവത്തിന്റെ വേദനയാണ്. അപ്പൊ ദൈവത്തിന്റെ വേദനയിൽ പങ്കുചേരുക എന്നതിനർത്ഥം മറ്റുള്ളവന്റെ കണ്ണുനീരൊപ്പുന്ന പ്രക്രിയയിൽ നാം ദൈവത്തോടു കൂടി ചേരുക എന്ന്. എന്താണ് ദൈവത്തിന്റെ വേദന? ദൈവത്തിന് മറ്റു കുറെ വേദനകൾ ഉണ്ടാകും. വിശ്വസ്തന്മാര് കുറയും, അല്ലെ? വിശ്വസ്തതയുള്ള, സത്യസന്ധതയുള്ള, ദൈവത്തിന്റെ വിശ്വസ്തതയുള്ള മക്കൾ കുറഞ്ഞു പോകുന്നു എന്ന് സങ്കീർത്തനക്കാരന് വിലാപമുണ്ട്. വിശ്വസ്തന്മാർ, മനുഷ്യത്വന്മാര് കുറയുന്നു. മനുഷ്യന്റെ പാപത്തോടുള്ള ചായവ്, ഇരുട്ടിൽ നടക്കാനുള്ള പ്രവണത, ഇടയനില്ലാത്ത ആളുകളെ പോലെ ചിതറിപ്പോകുന്ന അവസരം, ഇടയിലില്ലാതെ പോകുന്ന നേതൃത്വം, നല്ല നേതൃത്വങ്ങളില്ലാതെ പോകുന്നതിന്റെ വേദന ഇടയന് അല്ലെങ്കിൽ ദൈവത്തിനുണ്ട്. ശരിയായ ദിശാബോധമുള്ള, ശരിയായ കാഴ്ചപ്പാടുള്ള, ശരിയായ ദർശനമുള്ള നേതൃത്വരാഹിത്യം ദൈവത്തിന്റെ വേദനയുടെ ഒരു ഭാഗമാണ്. വചനം കേട്ടിട്ടും അത് പ്രമാണിക്കാതെ പോകുന്ന ഒരു ജനതയുടെ ആത്മീയത ദൈവത്തിന് വേദനാജനകമാണ്. അതൊക്കെ ദൈവത്തിന് വേദനപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇതിനോടൊക്കെ നമുക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഈ നമ്മുടെ ദൗത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ വേദനകൾക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നാമും ദൈവത്തിന്റെ വേദനയ്ക്ക് മാത്രമാണ്. എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ വേദനയാണോ സന്തോഷമാണോ എന്നതും ഒരു ചോദ്യമാണ്. 40-ാം സങ്കീർത്തനത്തെ ആധാരമാക്കി ലളിതമായ കുറച്ച് ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. 40-ാമത്തെ സങ്കീർത്തനം ദൈവം ചെയ്ത കാര്യങ്ങളും നാം ചെയ്ത കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വിവരിച്ചു വെച്ചിട്ടുണ്ട്. പറയുന്നത്, ഈ നാം കടന്നു പോകുന്ന നാളുകൾ നമുക്കറിയാം, ഇതുവരെ കാണാത്ത പ്രയാസങ്ങൾ നാളുകളാണ്, കഷ്ടതയുള്ള നാളുകളാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും, ദൈവത്തോടാ ചോദിക്കുന്നത്. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ അപേക്ഷകൾക്ക് കാതോർത്തിരിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഞാൻ പറയുന്നു ദൈവം കേൾക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സങ്കടം. ഇവിടെ പറഞ്ഞ 40 സങ്കീർത്തനം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എന്റെ അടുക്കിലേക്ക് ചാഞ്ഞിറങ്ങി. ഇൻക്ലൈൻ, എന്റെ അടുക്കിലേക്ക് ചാഞ്ഞിറങ്ങി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു പ്രവണതയാണ്. ദൈവം എപ്പോഴും താഴങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രവണത ദൈവത്തിന് എപ്പോഴും. ദൈവം അങ്ങനെയാണ്. ദൈവം എപ്പോഴും താഴേക്ക്, മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനോഭാവം. അപ്പൊ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാണോ അവരുടെ അടുക്കിലേക്ക് ദൈവം കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകുക. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സുള്ളവർ. ഏതെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യം. പലപ്പോഴും പറയുന്ന, ദൈവം എന്നോട് എന്തിങ്ങനെ ചെയ്തു, നാം ദൈവത്തോട് എന്താണ് ചെയ്തത്?
ഒരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കും. നാം ദൈവത്തോട് എന്താണ് ചെയ്തത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുന്ന ദൈവം പറയുന്നത്, കാത്തിരുന്നു, എന്റെ അടുക്കിലേക്ക് ചാഞ്ഞ് ഇറങ്ങി വന്നു എന്നത് ഒരു ദൈവത്തിന്റെ ഒരു വലിയ കാര്യമാണ്. ലോകമെങ്ങും ഇപ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ, സാമൂഹ്യ അകലത്തിന്റെ നാളുകളാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവയുടെ അകലം പാലിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ there is no social distance. ദൈവം എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവമായിട്ടാണ് യേശുവിൽ കാണുന്നത്. എന്റെ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി, എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ, മനുഷ്യനോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ, നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ ദൈവം കുറെ കാര്യങ്ങൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തി വെച്ചു. നമ്മൾ എന്തൊക്കെയാണ്, മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് സങ്കീർത്തനക്കാരൻ പറയും. എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്തത്, എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. സങ്കീർത്തനക്കാരന്റെ ഒരു കാര്യമാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. 40 നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്, ഇഷ്ടം ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പൗലോസ് പറയുന്ന, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്തു പോകുന്നതെന്നൊരു ഭേദം. നന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ ഒരു ആഗ്രഹം നല്ല നന്മ ഇഷ്ടപ്പെടുന്നു, നീതി ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ആ ഒരു മനസ്സ് എപ്പോഴും ദൈവികം. 40-8 വാക്യത്തിലാണ്, നിന്റെ ന്യായപ്രമാണം ഉള്ളിലിരിക്കുന്നു. 8-ാമത്തെ വാക്യം, ന്യായപ്രമാണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഉള്ളിൽ ന്യായപ്രമാണം സൂക്ഷിക്കുന്ന ഒരു ആത്മീയ പ്രവണത, ഉള്ളിൽ വചനം സൂക്ഷിക്കുന്ന, വചനത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ജീവിതശൈലി. ബാക്കി 13, വിടുതലിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ ചോദിക്കുന്നത്, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് യാചിക്കുന്ന ഒരു പ്രവണത സങ്കീർത്തനക്കാരുണ്ടായി. ഈ ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി സദാ താല്പര്യം കാണിക്കുന്ന, ദൈവത്തിന്റെ വചനമുള്ളിൽ സൂക്ഷിക്കുന്ന, ദൈവത്തെ വിടുതലിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ആത്മീയ താല്പര്യം, ഒരു ആത്മീയ സമർപ്പണം നമ്മുടെ ജീവിതത്തിലും അനിവാര്യമാണെന്ന് ഓർമ്മിക്കുക. ഇനി ഏതെല്ലാം കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്? ദൈവം ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് വേണ്ടി നാം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിൽ എത്രയോ മടങ്ങാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായി സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്നത്. എന്നിലേക്ക് ചാഞ്ഞു, എന്റെ അടുക്കിലേക്ക്, മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക് ദൈവം ഇന്നും ഇറങ്ങി വരും. ദൈവം ഇപ്പോൾ അങ്ങനെയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യരോട് കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവം, ഇമ്മാനുവേലായി യേശുവിൽ അവതരിച്ച ദൈവം, ഇതൊക്കെ മനുഷ്യനോട് കൂടെ നടക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവത്തെ കുറിച്ചാണ്. എപ്പോഴും അങ്ങനെ മനുഷ്യനോട് കൂടെ നടക്കുവാൻ താല്പര്യപ്പെടുന്ന ഉയരങ്ങളിലേക്ക് മാത്രം എനിക്ക് ദൈവസങ്കല്പമല്ല, മറിച്ച് മനുഷ്യനോട് കൂടെ ആയിരിക്കുന്ന ദൈവം, എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവം. പക്ഷെ മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൽ അകന്നു പോകുന്ന ഒരു സാമൂഹ്യ അകലം പാലിക്കുന്ന പ്രവണത എല്ലാ കാലത്തും. എന്റെ നിലവിളി കേട്ടു, ദൈവന്റെ നിലവിളി കേട്ടു. അത് ചരിത്രപ്രസിദ്ധമായ പ്രയോഗമാണ്. ജനതയുടെ കണ്ണുനീര് ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. അത് ദൈവത്തിന്റെ ഒരു സവിശേഷമായ സ്വഭാവമാണ്. എന്റെ നിലവിളി അവൻ കേട്ടു. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെയും പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ദൈവം കേട്ടിരിക്കുന്നു എന്നത് എത്ര പ്രത്യാശ പകരുന്ന, ധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേട്ടിൽ നിന്നും എന്നെ കൈപിടിച്ചു. അങ്ങനെ ദൈവം വീണ്ടുപോയി അനേകരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ചരിത്രം. യോസേഫ് അങ്ങനെയായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ഒട്ടക്കിണറ്റിൽ ഇട്ടുകളഞ്ഞ ആ യൗവനക്കാരനെ മിസ്രയീമിന്റെ അധിപതിയാക്കി ഉയർത്തിയ ദൈവത്തിന്റെ വൻകരങ്ങൾ. സിംഹക്കുഴിയിൽ നിന്നും ദാനിയേലിന് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം, ചെളിക്കുണ്ടിൽ നിന്നും ഇരമ്യാവിനെ കൈ ദൈവത്തിന്റെ കരം, പത്മസ് ദ്വീപിൽ നിന്ന് വീണ്ടെടുത്ത, യോഹന്നാന് വീണ്ടെടുത്ത അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന്റെ വൻകരം. അപ്പൊ ദൈവം കുഴിയിൽ നിന്നും നമ്മെ വലിച്ചെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ നിന്നും അല്ലെങ്കിൽ ആശങ്കകളിൽ നിന്നും അവൻ വീണ്ടെടുക്കുന്നു എന്നതൊരു വലിയ ധൈര്യം പകരുന്ന കാര്യം. തീർച്ചയായിട്ടും നാം ഈ നാളെ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ നിൽക്കക്കളിയില്ലാത്ത അവസരങ്ങളിൽ, നിലയില്ലാത്ത കൈകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളും അത് ഓർക്കുക. ഞാൻ വിളിക്കുമ്പോൾ കേൾക്കുന്ന കർത്താവ് എന്നെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. എന്നിട്ടോ എന്റെ കാലുകളെ ഉറപ്പുള്ള ഇടത്ത് നിർത്തി, വീണുപോകാതെ, താണുപോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ സുസ്ഥിരമായൊരിടത്ത് അത് സൗഖ്യമാകാം,
നന്മയാകാം, അത് ജയമാകാം, നമുക്ക് ഹെൽത്തും വെൽത്തും, നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് എന്തുമായിക്കോട്ടെ, ദൈവം തരുന്ന നന്മകളാണ്. നമ്മുടെ ഉറപ്പുള്ള ഒരിടത്ത് നിർത്തി തീർച്ചയായും നമ്മുടെ ഒരു നിൽപ്പെപ്പോഴും ക്രിസ്തുവിലാകും. ക്രിസ്തുവാണ് പാറ എന്ന് നമുക്കറിയാമല്ലോ. ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ യാത്ര ഒരു ശരിയായ പാതയിലൂടെ, എന്റെ യാത്രകളെ ശരിയായ പാതയിൽ ക്രമീകരിക്കുക. വളഞ്ഞ വഴികളിലേക്കല്ല, ദുരാദായത്തിലേക്കല്ല, തെറ്റിന്റെ മാർഗത്തിലേക്കല്ല, ഗമനത്തെ ശരിയായ സുസ്ഥിരമായ പാത, ദൈവപാതയിൽ നയിക്കുക. വയിൽ പുതിയൊരു പാട്ട്, സങ്കടങ്ങളും വേദനകളും ഒക്കെ മാറ്റി പുതിയൊരു പാട്ട്, അത് സ്തുതിഗീതങ്ങളാണ്. ഇന്ന് ലോകം പലപ്പോഴും മറ്റു പല സംഗീതങ്ങളുടെയും ആസ്വാദനങ്ങളുടെ പുറകെ പോകുമ്പോൾ ആരാധന അന്യപ്പെട്ടു പോകുന്നു. ഇവിടെ എന്റെ വായിൽ സ്തുതി എന്നൊരു പുതിയ ഗാനം, ആരാധനയുടെ, ആത്മീയതയുടെ, ദൈവസ്തുതികളുടെ, പ്രഘോഷണങ്ങളുടെ ഒരു പുതിയ ധ്വനി, ഒരു പുതിയ താളം, ഒരു പുതിയ ഈണം, ഒരു പുതിയ ജീവിതശൈലി അവൻ എനിക്ക് തന്നു. അത്ഭുതങ്ങളെ അവൻ പ്രവർത്തിച്ചു. എനിക്ക് വേണ്ടി അവൻ ചിന്തിച്ചു. ദൈവത്തിന്റെ ചിന്ത എനിക്ക് വേണ്ടിയിട്ട് കൂടി, ദൈവത്തിന്റെ ആലോചന എന്റെ നന്മയ്ക്ക് വേണ്ടി കൂടി, ദൈവത്തിന്റെ പദ്ധതികൾ എന്റെ കൂടി വീണ്ടെടുക്കാൻ വേണ്ടി, ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തതിനേക്കാൾ ഇരട്ടിയായി ദൈവം മനുഷ്യന് വേണ്ടി കരുതിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. തീർച്ചയായും കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ 41 സങ്കീർത്തനം നമുക്കൊരു വലിയ ധൈര്യം പകരുന്ന സങ്കീർത്തനമാണ്. നാം ദൈവത്തോട് ചില കാര്യങ്ങൾ ചെയ്യാൻ കടപ്പെട്ടിട്ടുണ്ട്. ഓർക്കുക, നാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയിൽ നാം പങ്കുകാരായി തീരുക തന്നെ വേണം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ പദ്ധതികൾ പങ്കുകാരായി തീരാനും ദൈവത്തിന്റെ ഹിതം പ്രാവർത്തികമാക്കാനും, അങ്ങനെ ചെയ്തിട്ട് അതിന്റെ നന്മ പ്രാപിക്കാനും ഈ നാളുകൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചത് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഹൃദയങ്ങൾ ഒരുക്കുവാൻ ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കലങ്ങുന്നതെന്തിനു നീ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, തലകളെ നമുക്ക് വണക്കാം. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അവൻ എന്നിലേക്ക് ചാഞ്ഞ് ഇറങ്ങി വന്ന് എന്റെ അടുത്ത് വന്ന് എന്റെ പ്രാർത്ഥന അവൻ കേട്ടു. നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് 40-ാം സങ്കീർത്തനക്കാരൻ. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ കൂടി, എന്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം നന്മയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ സ്വീകരിക്കുന്ന യേശുവിന്റെ മുൻപാകെ അടിയങ്ങൾ അർപ്പിക്കുന്ന മധ്യസ്ഥതകളെ കർത്താവ് സ്വീകരിക്കണമേ. നാഥ, നിന്റെ മുൻപാകെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും നീ അറിയുന്നല്ലോ. നിന്റെ കുഞ്ഞുങ്ങളെ നീ കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നിന്നെ നോക്കി വിളിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർ പലവിധമായ ആവശ്യഭാരങ്ങളോട് കൂടിയാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി ജീവിതത്തിലെ സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും, അവരുടെ ഓരോ ആവശ്യങ്ങളും. ദൈവമായ കർത്താവേ, നിന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്മയും അനുഗ്രഹവുമായി നീ കൂടെയിരിക്കണമേ. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരെ ആരോഗ്യത്തോടും സമാധാനത്തോടും കരുതണമേ. അവർക്ക് നന്മയും കരുണയും ആയുഷ്കാലത്തോളം കൊടുക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബം കർത്താവിന്റെ വിലയേറിയ ദാനം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിന്റെ കൂട്ടായിടമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും കർത്താവ് കരുതണമേ. ഞങ്ങളുടെ ആരാധനകളെ കർത്താവ് സ്വീകരിക്കണമേ. കർത്താവ് ഞങ്ങളുടെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. ആരാധനയുടെ, സ്തുതിയുടെ, സ്തോത്രത്തിന്റെ, ദൈവമഹത്വത്തിന്റെ ഇതിലൊന്നും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ നിന്റെ പ്രതികരണ മഹത്വപ്പെടുത്തുവാൻ അടിങ്ങളെ കുടുംബമായി സഹായിക്കണം. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവെ, പരീക്ഷ ക്ലാസ്സിൽ പോകാൻ പറ്റാതെ അസ്വസ്ഥതകളുണ്ട്, ഒരു വലിയ മാനസിക പ്രയാസമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാലയങ്ങൾക്ക് തുറക്കപ്പെടാനും കലാലയങ്ങൾക്ക് പഠിക്കാനുമുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കണം, അനുഗ്രഹിക്കണം. പരീക്ഷയ്ക്കൂടെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ അനുഗ്രഹിക്കണം. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ നാഥൻ അനുഗ്രഹിക്കണം. രോഗികളെയും ക്ഷീണിതരെയും ഞങ്ങൾ ഓർക്കുന്നു. കോവിഡ് ബാധിതരായി മരിച്ചവർ, താപ്രകാരമുള്ള ഒരു പ്രയാസം നേരിടുന്നവർ, തകർന്ന് നുറുങ്ങി വരിക്കുന്ന ഹൃദയമുള്ളവർ, താവെ സാമ്പത്തികം ഞെരുക്കപ്പെടുന്നവർ, രോഗപീഠകൾ നേരിടുന്നവർ, കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ, വാടകയിൽ കഴിയുന്ന മക്കൾ, സ്വന്തമായി ഭവനം ആഗ്രഹിക്കുന്നവർ, കർത്താവെ കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, അങ്ങനെ പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, നിന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. നിന്നെ നോക്കി വിളിക്കുന്ന, നിന്റെ നാമത്തിൽ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ നീ അനുഗ്രഹിക്കണം. രോഗികൾക്കും ക്ഷണിതർക്കൊക്കെ സൗഖ്യം കൊടുക്കണമേ. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷകളെ സ്വർഗം മാനിച്ച് അവരെ ബലപ്പെടുത്തണം. അവരുടെ ശുശ്രൂഷകളൊക്കെ ഫലകരമാക്കണമേ. കർത്താവിന്റെ ആലയത്തിലെ കുടുംബങ്ങളെ, മക്കളെ ഒക്കെ ഏൽപ്പിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുരാജാവ് നിന്റെ കരങ്ങളിലേക്ക് ലോകം കടന്നു പോകുന്ന പ്രയാസങ്ങളെ സമർപ്പിക്കുന്ന അനുഗ്രഹിക്കും. ഇത് വളരെയധികമുണ്ട്. വേലക്കാരി ചുരുക്കമാകിയാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മക്കൾ ഇറങ്ങി വരുവാൻ കർത്താവെ കൃപയാകണമേ. കുടുംബങ്ങളെ, തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുരാജാവെ നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന ഭവനങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് മാനിക്കണം. യേശു കർത്താവിന് മഹത്വം തരുന്നു. മെസ്സിഹായുടെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമുക്ക് തന്ന നന്മകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, യോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും
മനഃപൂർവവുമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൊണ്ട് നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലാകരണത്തക്കതായ ബോധം ഞങ്ങൾക്ക് തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോട് ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിന്റെ പരിജ്ഞാനവും പരലോകത്ത് നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ആമേൻ. നമുക്ക് ചേർന്നൊരു പാട്ട് പാടി നമ്മുടെ സ്തോത്രദാനങ്ങളുടെ വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ കയ്യിൽ നിന്നും വാങ്ങി നിന്റെ ആലയത്തിലേക്ക് ദൈവനാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ദാനങ്ങളെ സ്വർഗത്തിൽ ദൈവം സ്വീകരിക്കണമേ. ദാനങ്ങളെ നീ വാഴ്ത്തി ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി എന്ന് ചെലവഴിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, ദാനങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ബലപ്പെടുത്തണം. നിന്റെ കുഞ്ഞുങ്ങളുടെ സകല വരുമാന മാർഗങ്ങൾ കർത്താവ് വാഴ്ത്തി സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹവും നന്മകളും ഒക്കെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണം. യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും കർത്താവിന്റെ കുഞ്ഞുങ്ങളെ നമ്മോടുകൂടെ ഇന്നുമല്ല ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടി തന്നെ ആയിരിക്കാം. ആമേൻ. കർത്താവിൽ പ്രിയമുള്ള മക്കളെ, എല്ലാവരോടുമുള്ള ദൈവസ്നേഹം അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ സ്വീകരിച്ച ദൈവം നിങ്ങൾ ധാരാളമായിട്ട് എന്നേക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.